ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയുടെ സർവീസുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് അതിനകത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞത് പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ബ്രേക്ക് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ക്ലച്ച് ഭാഗം അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് സർവീസിൽ ക്ലച്ച് അയക്കുന്നതാണ്. പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് നമുക്ക് ഈ തവണ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ തവണ കൂടി സെറ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്നിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന യൂണിറ്റാണത്. അത് ശരിക്കും നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് ഇതിങ്ങനെ പ്ലേ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു കുറച്ച് പവർ ലോസ് വരും കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നോക്കുമ്പോൾ ഇവിടുത്തെ ഹോളും ഓവലായി പോയേക്കാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ 3 ഹോളുകൾ ഇത് നോക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പാണ്. ഈ ഹോള് നോക്കുമ്പോൾ നമുക്കറിയാം കൃത്യ റൗണ്ട് ഷേപ്പാണ്. അതേപോലെ തന്നെ ഹോളാണ് ഇവിടെയും വന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു പിന്ന് വെച്ചിട്ടാണ് നമുക്കതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വികാസം വരുത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ആ ഹോളിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 1, 2, 3 ഹോളുകൾ വരാം. ആ 3 ഹോളിൻ്റെ ഭാഗവും ആ പിന്ന് വന്ന ഭാഗമാണത് കേട്ടോ. അതും ഓവലായി പോയേക്കാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ വീല് സെറ്റ് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ വീലാണിത്. പക്ഷേ ഈ വീലിന് അത്രയും പ്രശ്നം വന്നിട്ടില്ല. ഇതിൻ്റെയാണ് ആ ഹോളൊക്കെ ഓവലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഈ വീല് മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ആ കൂട്ടത്തിൽ കൂടെ വേരിയേറ്റർ ബോഡി മാറ്റാം, ബോസ് ഡ്രൈവ് മാറ്റാം. ഇത്ര ഐറ്റം മാറ്റി കഴിഞ്ഞാൽ ക്ലച്ചിനകത്ത് നമുക്ക് ആ പവർ ലോസ് കുറേ ഉണ്ട്. അത് കുറേയൊക്കെ റെഡി ആവും ഇതിനകത്ത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബെൽറ്റ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല. കറക്റ്റായിട്ട് സർവീസ് ചെയ്തു പോകണ കേസാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത സർവീസ് വരും, പീരിയോഡിക് സർവീസ് വരും. ആ സർവീസിൽ ചെക്ക് ചെയ്തിട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സർവീസിൽ മാറ്റിയാലും മതി. കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം 4 മാസം വരെ ഒന്നും ഡാമേജ് വരാൻ സാധ്യതയില്ല. ക്ലിയറാണ്, ഓടിക്കോളും. പിന്നെ നമുക്കതിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയിലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയിലും സൈഡിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ ബാക്ക് ടയറിൻ്റെ ഭാഗമൊക്കെ ആയാലും ഓക്കെ ആയിട്ടാണ് കാണുന്നത്. നല്ല ടയറാണ്. പിന്നെ നമുക്കതുമായി ബാക്കിത്തെ പറഞ്ഞത് നമുക്ക് മൈലേജ് അതേപോലെ തന്നെ പിക്കപ്പിലോ ഈ 2 കാരണം വന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പുറമേ നിന്ന് നമുക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. ക്ലച്ചിനകത്ത് CVT ക്ലച്ച്, ഓട്ടോ ക്ലച്ചിനകത്ത് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് നിലവിൽ. അത്രയും പാർട്സുകൾ ഡാമേജ് ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് ഇടാം. അതെന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. വേരിയേറ്റർ ബോഡി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും കറക്റ്റ് ആക്കാം. അതിന് ശേഷം നമുക്ക് വലിയ കാര്യമായിട്ട് വേരിയേഷൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഹെഡിനകത്ത് കാർബണിൻ്റെ പ്രോബ്ലം കൊണ്ടും വരും ഈ പ്രശ്നങ്ങൾ. ഈ വലിയ വ്യത്യാസം വന്നതും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും കാണിക്കുന്ന ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു ലക്ഷണമാണത്. അത് നമുക്ക് സാധാരണ ചെയ്യേണ്ടി വരാൻ നമുക്കൊരു 30,000 കിലോമീറ്റർ. ഇപ്പോൾ ആവറേജ് ഒരു 100 വണ്ടി എടുക്കുകയാണെങ്കിൽ അതൊരു 95 വണ്ടിക്ക് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് കരി കൂടുതൽ വരികയും അവിടെ നമുക്ക് വാൽവിനകത്ത് കരി ഇടിയും റിങ്സിൻ്റെ ഭാഗത്ത് ലീക്കേജ് ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് സാധാരണ രീതിയിൽ. അത് നമുക്ക് അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ നമുക്കൊരു 30,000 കിലോമീറ്ററിലൊക്കെ എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്യണം, കാർബൺ ഹെഡ് അഴിച്ച് കരി കുത്തി ക്ലീൻ ചെയ്യണം എന്ന് പറയേണ്ട ഒരു റീസൺ. അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടും വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഹെഡൊക്കെ ചെയ്യേണ്ടത് വന്നേക്കൂട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പ്ലഗിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് കാണുന്നില്ല. ഇപ്പോൾ രാവിലെ മോർണിംഗ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഈ ഹെഡിൻ്റെ ഭാഗം ടിപ്പ് വൈറ്റ് കളറിലാണ് നിൽക്കുക. അത് എയർ സർക്കുലേഷനാണ്, എയറാണ് കൂടുതലായിട്ട് നമുക്ക് അതിനകത്തേക്ക് കൂടുതലായിട്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്സിങ് പോലെയൊക്കെ രാവിലെ കാണിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കത് കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് ആക്കിയിട്ടേക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷനൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോയാൽ മതി. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ഓൾറെഡി നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു മില്ലിങ് തിരിച്ചിട്ടിട്ടൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക് കേബിൾ അഡ്ജസ്റ്റിങ് ഏകദേശം മുക്കാൽ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലൈനർ നമുക്കൊന്ന് വേണമെങ്കിൽ മാറ്റിയിടാം. ബാക്ക് ബ്രേക്ക് നമുക്ക് ഈ തവണ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത സർവീസ് ആകുമ്പോഴത്തേക്കും കൂടുതൽ പ്രശ്നം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരും നമുക്ക്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2022 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ആക്റ്റീവയ്ക്ക് വരുന്നത്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13.2 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കുക. അപ്പോൾ ഇവിടെ നിലവിൽ സെൽ ഡാമേജ് പോലെ കാണിക്കുന്നുണ്ട്.
2022 മേക്കിങ് ബാറ്ററിയുടെ. അപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും ഇതിനകത്ത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. കാരണം ചെറിയൊരു അളവിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ പോലും ഇതിനകത്ത് ഡാമേജ് ആയിട്ട് കാണിക്കുള്ളൂ. ഇപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലാണ് ആ പ്രശ്നം വരാം. അപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ബാറ്ററി നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ ചില സമയങ്ങളിൽ അടിക്കുമ്പോൾ അത് സെൽ ഡാമേജ് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ ഓൾറെഡി നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചാർജിങ് വണ്ടിയിൽ കയറുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ ഈ കൂട്ടത്തിൽ കൂടെ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. പുതിയ ടയർ കിടക്കണം, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞേക്കണേ. പക്ഷേ നമ്മൾ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ അതിൻ്റെ അളവിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ 100 നോക്കിയതാണ്. അപ്പോൾ തീരെ മോശമൊന്നും പറയാൻ പറ്റില്ല ഓയിൽ. എങ്കിൽ കൂടി നമുക്കൊരു ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ മാറ്റുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് ആ ക്ലച്ചിനകത്ത് വരുന്ന കംപ്ലയിൻസുകളുടെ ഡീറ്റെയിൽസ് ആ പാർട്സുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന മാക്സിമമാണ് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗം നോക്കാം, കാർബൈഡ് ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ശേഷം വലിയ ഒരുപാട് വേരിയേഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യേണ്ട കേസ് പരിഗണിക്കേണ്ടതായിട്ടും വരും കേട്ടോ. ഓക്കെ.